ഹലോ. കഴിഞ്ഞ ആഴ്ച ഇവിടെ യു എയിലെ ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് വായിക്കാനിടയുണ്ടായി. അതായത് ഒരു 11 വയസ്സായിട്ടുള്ള പെൺകുട്ടി ഹോസ്പിറ്റലൈസ് ചെയ്തു. കാരണം സ്കൂളിൽ ബുള്ളിങ് കാരണമാണെന്നും പറഞ്ഞ്. ഇവിടെ പൊതുവേ യു എയിൽ അങ്ങനെ റാഗിങ്, ബുള്ളിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കില്ല. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് ആ ന്യൂസ് വായിച്ചപ്പോഴാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം അതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെയാണ്. ഇവിടെ ഏതോ ഒരു ഓർഗനൈസേഷൻ ഒരു കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്തു. സ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്കൊരു 11 വയസ്സോ, ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്ന് പറഞ്ഞ മോൾക്ക് 11 വയസ്സാണ്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്തു. അതായത് ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്. അപ്പോൾ ഈ ഡിസൈൻ വരയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന്, പല സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെ വന്നു. ശ്രദ്ധിച്ചു അവിടെ ഈ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ, അതായത് ഈ ലോക്കൽ യു എ ലോക്കലായിട്ടുള്ള ഈ പെൺകുട്ടിയെ മാത്രം ഒറ്റപ്പെടുത്തുന്നു. ബാക്കി കുറച്ച് പേരൊക്കെ ഒരുമിച്ച് അവരെല്ലാം ഓർഗനൈസ് ചെയ്ത് അവർ വളരെ സന്തോഷത്തോടുകൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ക്രൂ ചെന്ന് ഇവരോട് ചോദിച്ചു അത്രേ, നിങ്ങൾക്ക് ഈ കുട്ടിയെ എലിമിനേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടല്ലേ എന്ന്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇവർ ഈ കുട്ടിയെ കളിയാക്കാനും, അതുപോലെ അവരുടെ ആക്സന്റിനെ കളിയാക്കുക, അവരുടെ ബോഡി ലാംഗ്വേജിനെ കളിയാക്കുക, അങ്ങനെ ഇവർ കളിയാക്കാനൊക്കെ തുടങ്ങി. അവർ വേറെ രാജ്യക്കാരാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ അതങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡായി. ഈ കുട്ടിക്ക് പിന്നെ സ്കൂളിൽ പോകാൻ പറ്റാതെ അവിടെയും കുട്ടികൾ ഇതുപോലെ തന്നെ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് പറഞ്ഞു, കുട്ടിക്ക് ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഹോം എഡ്യൂക്കേഷൻ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് കുട്ടിയുടെ ഹെൽത്ത് വളരെ മോശമാവുകയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പല ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഇവിടെയുള്ള ഈ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ അവരത് കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കേസ് ഫയൽ ചെയ്തു. ഞങ്ങളുടെ ഓഫീസിൽ ഇങ്ങനെ അറബിക്ക് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, കുറേ പേര്, അപ്പം പലരും ഈ സർക്കുലേറ്റ് ചെയ്ത വീഡിയോ കണ്ട് പിന്നീട് അത് റിമൂവ് ചെയ്തു. എങ്കിലും അത് കണ്ടവർ പറഞ്ഞു വളരെ മീനായിട്ടാണ് ഈ പെൺകുട്ടികൾ, ഈ ലോക്കലായിട്ടുള്ള ഈ കുട്ടിയെ കളിയാക്കുന്നവരുടെ ആക്സന്റും ബോഡി ലാംഗ്വേജൊക്കെ കാണിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഡിസ്കഷൻ നടന്നപ്പോൾ 2 ചേരിയായിട്ടാണ്. അതായത് ഒരു കൂട്ടർ പറഞ്ഞു ഇതിനെതിരെ കേസ് ഫയൽ ചെയ്ത് നന്നായി, ആ കുട്ടികൾക്ക് അതൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കണം, അവർ ഇനി അതുപോലെ ഇനി ചെയ്യരുതെന്ന്. പക്ഷേ വേറൊരു കൂട്ടർ ഞങ്ങളുടെ ഓഫീസിൽ പറഞ്ഞു ആ കുട്ടികൾ അറിയാതെ ഓവർ റിയാക്ട് ചെയ്തതാണ്, അതുകൊണ്ട് അത് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കും, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇവിടെ ബാൻ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ വിടാനുള്ള സാധ്യത വരെ ഇതിന്റെ പിന്നിലുണ്ട്. കാരണം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഡിസ്കഷൻ വന്നപ്പോൾ ഞാനൊക്കെ കേസ് ഫയൽ ചെയ്ത് നന്നായി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും സംസാരിച്ചത്. കാരണം കുട്ടികൾ അങ്ങനെ പബ്ലിക്കിൽ അങ്ങനെ ഇത്രയും ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹിൻഡ്, ഒരാളെ ഇതുപോലെ കളിയാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കാര്യങ്ങൾ ഫാമിലിയിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടിയിരിക്കണം, സപ്പോർട്ട് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അവരത് ചെയ്യില്ല. ഒരു തെറ്റാണ് അത് എന്ന് എപ്പോഴെങ്കിലും ഒരു കറക്ഷൻ ഫാമിലിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഒന്നും മടിക്കും ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വീഡിയോസ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫാമിലി എങ്കിലും മുൻകൈ എടുത്തിട്ട് അത് ബ്ലോക്ക് ചെയ്യാനോ, അല്ലെ ഇപ്പോൾ ഇവർക്കൊരു കുറ്റബോധം ഉണ്ടാവാത്ത രീതിയിലാണ് അത് പിന്നെയും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ന്യൂസ് പേപ്പറിൽ വന്നപ്പോൾ അതിൽ എല്ലാ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കുട്ടിയുടെ ഒരു ആൻറ്റീനെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അവർ പറയുമായിരുന്നു, ഇവിടെ ഈ കുട്ടിയെ കളിയാക്കുന്ന സമയത്ത് ഇവരുടെ മറ്റു കളിയാക്കിയിരുന്ന കുട്ടികളുടെ പാരൻസും കൂടെ ഉണ്ടായിരുന്നു, അവരും ഒന്ന് തടയുക പോലും ചെയ്തില്ല എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആവണം. കാരണം പിള്ളേർക്ക് നമ്മൾ ഇൻഡയറക്ട്ലി ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഇതൊന്നും തെറ്റല്ല എന്നുള്ള രീതിയിൽ. അത് തന്നെയാണ് സ്വഭാവം അവർ പുറത്ത് കാണിക്കുന്നതും. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ പാരൻസ് നല്ലതായിരിക്കാം. പലപ്പോഴും ഞാനും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും പലരും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല, പക്ഷെ നമ്മളൊരു ഇത് പറയുമല്ലോ, അതായത് മക്കള് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണെങ്കിൽ അവരുടെ നാക്ക് എമ്മയ്ക്കാണെന്ന് പറയുന്ന പോലെ ചില സമയങ്ങളിൽ കുട്ടികളുടെ നാക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കുട്ടികൾ പല ഫ്രണ്ട്സൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സംസാരം ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്ന് പറയാം. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, പാരൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കുട്ടികൾ ഇതുപോലെ പറയുന്ന വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യണത് പലപ്പോഴും കണ്ട, അല്ലെങ്കിൽ വളരെ പ്രൗഡായിട്ട് എൻ്റെ മക്കൾ ഇതാ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ വിചാരിക്കും ഇത് പ്രൗഡ് ചെയ്യാനൊന്നും ഇല്ലല്ലോ, പക്ഷെ
കറക്ഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് അസൂയയായിരിക്കും. അതായത് ഒരു ഏജിനനുസരിച്ചിട്ടുള്ള ഒരു പക്വത ലെവലിലല്ല ആ കുട്ടികൾ സംസാരിക്കുന്നത്. പേരൻസായി നമ്മൾ പലപ്പോഴും തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ വളരെ നിർബന്ധപൂർവ്വം കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം. വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.